ഞാൻ കമ്മ്യൂണിസ്റ്റിന് വോട്ടിയുള്ളൂ. ഞാൻ കാലങ്ങളായിട്ട് അവിടെ കുത്താറുള്ളൂ. അതാണ് എനിക്ക് ശീലമുള്ളൂ. എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാർ വോട്ട് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിക്ക് കൊടുത്തുവിട്ടാ. എൻ്റെ എവിടെ എന്ത് സർവേ ചെയ്താലും BJP സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താ. സുരേഷ് ഗോപി ജയിക്കണം. മറ്റന്നാൾ അറിയാം. സുരേഷ് ഗോപി ജയിച്ചു, അതിന് യാതൊരു സംശയമില്ല. കാരണം എന്ത് തന്നെ ചെയ്താലും സുനിൽകുമാർ ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിച്ചിരിക്കും. കാരണം ഒരുവിധം മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടില്ല, അതാണ് സത്യം. മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്തിട്ടില്ല. വോട്ടിൻ്റെ ദിവസം എല്ലാവരും ടൂർ പോയിരിക്കുക, മനസ്സിലായിട്ടുണ്ടോ? അത് മാത്രമല്ല, അവരുടെ ഭാര്യമാർ പോയാൽ സുരേഷ് ഗോപിക്ക് ചെയ്യുള്ളൂ എന്ന് അവർക്കറിയാം. അത് കാരണം എല്ലാവരും അവർ പോയിരിക്കുക, മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് സുരേഷ് ഗോപി എങ്ങനെയായാലും ജയിച്ചിരിക്കും, 100% ജയിച്ച് എന്നുള്ളതാണ് പറയാനുള്ളത്. എക്സിറ്റ് പോൾ കണ്ടായിരുന്നോ രാവിലെ? ഇന്നലെ മുതൽ വാർത്തയിൽ ന്യൂസ് ഒക്കെ കണ്ടോ? രാവിലെ പത്രം വായിച്ചാൽ ഇല്ല. എക്സിറ്റ് പോൾ പറയുന്നത് കേന്ദ്രത്തിൽ BJP വരും, തൃശ്ശൂർ BJPക്ക് ഒരു സീറ്റ് ഉറപ്പ് പറയുന്നുണ്ട്. അത് തൃശ്ശൂരാ, സുരേഷ് ഗോപി ജയിക്കുമെന്ന് ധൈര്യമായിട്ട് പറയാം, ഉറപ്പിക്കാം. എക്സാക്ട്ലി, റിയലി സുരേഷ് ഗോപി സാറ് തോൽക്കില്ല, ജയിച്ചിരിക്കും 90%. അതിൽ 10% അതിലാണ് വ്യത്യാസങ്ങൾ വരാൻ പോണത്. ഏത് വിശ്വാസം? ഞാൻ ഒന്നാം തരം കോൺഗ്രസ്സുകാരനാണ്, എന്നാലും പറയാണ്, നെഞ്ചത്തടിച്ച് പറയാ, ജയിച്ചിരിക്കുന്ന അവിടെ. വിശ്വാസം അതാണ് ഏറ്റവും വലുത്. ജയിച്ചിരിക്കും, എടുത്തിരിക്കണം. കേരളത്തിലെ BJPക്ക് ഒരു 3 സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ ജയിക്കുമോ? ജയിക്കും. തൃശ്ശൂർ 99% ജയിച്ചിരിക്കും. ജയിച്ചിട്ട് ഇപ്പം തന്നെ ജയിച്ചിരിക്കും. സുരേഷ് ഗോപി ജയിച്ചിരിക്കും. ഭൂരിപക്ഷം 10-ന് മേലെ വരും, 10,000-ന് മേലെ വരും. ലക്ഷക്കണക്കിൽ വരുമെന്ന് ഞാൻ പറയുന്നില്ല, 10,000-ന് മേലെ എന്തായാലും വരും. ഗ്യാരണ്ടി ആയിട്ട് സുരേഷ് ഗോപി ജയിച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. പിന്നെ തിരുവനന്തപുരം അല്ല, ആലപ്പുഴ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, ആറ്റിങ്ങൽ. തൃശ്ശൂർ സുരേഷ് ഗോപി അല്ലാണ്ട് പിന്നെ ആര് ജയിക്കും? എക്സിറ്റ് പോൾ വിശ്വസിക്കുന്നില്ല? ഇല്ല. എങ്കിലും ബ്രോയുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കും? ഇവിടെ തൃശ്ശൂർ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോളിലൊക്കെ 5 സീറ്റ് വരെ പറഞ്ഞിട്ടായിരുന്നു നിയമസഭയിൽ, വട്ടപൂജയായിരുന്നു. ഇവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വേറെ അടിയൊഴുക്കുകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സുനിൽകുമാർ ഷുവറാണ്. സുരേഷ് ഗോപി വോട്ട് ചെയ്താ അപ്പോൾ ജയിക്കും. സുരേഷ് ഗോപി ജയിക്കട്ടെ, ആള് കൊണ്ടതല്ലേ ഉപകാരമുള്ളൂ. ആള് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. സുരേഷ് ഗോപിക്കാവും ചാൻസ്. സുരേഷ് ഗോപിക്കാണ്, എല്ലാവരും സുരേഷ് ഗോപിനാണ് സപ്പോർട്ട്. ആള് ജയിക്കണം എന്നാണ് പറയണത്. ഞാനും അതിൽ തന്നെ വിശ്വസിക്കുന്നു. അത് ഉറപ്പല്ലേ, നല്ല ആൾക്കാർ ജയിക്കണ്ടേ? ചേട്ടൻ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ജയിക്കും അപ്പം? ജയിക്കും, ജയിക്കേണ്ടതാണ്. വിശ്വസിക്കുന്നില്ല? എക്സിറ്റ് പോളില് വിശ്വാസമാണ്. അപ്പം സുരേഷ് ഗോപി ജയിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം? 100% ഞാൻ പറയില്ല, തൃശ്ശൂരായ കാരണം. കേരളത്തിൽ ഒരു സീറ്റ് BJPക്ക്, അത് തൃശ്ശൂരാന്ന് പറയുന്നുണ്ട്. കിട്ടിയെന്ന് പറയാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഒരു പക്ഷേ കിട്ടാം, കാരണം സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് അപ്പം? അങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ടൊന്നും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. സാധ്യതയുണ്ട് എന്ന് ഭൂരിപക്ഷം പറയുന്നുണ്ട്. അഭിപ്രായം നരേന്ദ്രമോദി വരണോന്ന്. സുരേഷ് ഗോപി ജയിക്കില്ല. എക്സിറ്റ് പോൾ സർവേയിൽ 90% പറയുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കത്തില്ല അപ്പം? ഇല്ല. സുനിൽകുമാറാണ്. കേരളത്തിൽ ഒരു സീറ്റ് എന്തായാലും കിട്ടും. അത് തൃശ്ശൂരാണെന്ന് പറയുന്നുണ്ടോ? തൃശ്ശൂർ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപി, തൃശ്ശൂർ എന്തായാലും സുരേഷ് ഗോപി ജയിക്കും. എക്സിറ്റ് പ്രവചനം വിശ്വാസക്കുറവൊന്നും ഇല്ല. സർവേ പറഞ്ഞോട്ടെ, കാശ് കൊടുത്ത് ആരെ കൊണ്ടാണെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, 4-5 അറിയാലോ. എല്ലാ മീഡിയസും അങ്ങനെ പറയും. അതെ, ഈ 4-5 കൂടി ഉണ്ടാവോ? ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം, നമുക്ക് കാണാം കേട്ടോ. ജയിക്കാനുള്ള സാധ്യത
സുരേഷ് ഗോപി. തൃശ്ശൂർ എനിക്ക് ആര് ചോദിച്ചാലും കുഴപ്പമില്ല. ആ ഇരട്ടച്ചങ്കുള്ള മനുഷ്യനെ അയാളെ ഒന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും സമാധാനമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ വെക്കാൻ പറ്റുമെന്ന് ഒന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ബിക്കോസ് ഇരട്ടച്ചങ്കൊന്നും വേണ്ട നമുക്ക്. എന്തിനാ വെറുതെ കുറച്ച് സമാധാനം പിടിക്കാൻ പറ. ആള് ഫുള്ള് ടെറർ മൈൻഡ് പരിപാടിയാണ് നമ്മുടെ കേരളത്തിൽ. എന്തിനാ വെറുതെ എടോ ഞാൻ പറയട്ടെ, ഒരു തെരുവിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങാന്ന് വിചാരിക്കും. ആ മനുഷ്യനെ കാലിന് ലാത്തി കൊണ്ട് തട്ടിയിട്ട് എണീപ്പിച്ച് വിടുന്ന ഒരു പോലീസിനെ വളർത്തുന്ന ഒരു ഭരണം, നമ്മുടെ ഭരണം അടിപൊളിയാ അല്ലേ? ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനൊരു ട്രാവലറാണ്, 28 സംസ്ഥാനം പോയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് കേരളത്തിൽ കുറച്ച് വെറൈറ്റി ഇടൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാലേ സ്വന്തമായിട്ട് റൂളുകളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട് നമുക്ക് അവിടെ ജീവിക്കണമെങ്കിൽ പോലും. ഈവൻ നമ്മുടെ മെയിൻ സാധനമാണല്ലോ സൊസൈറ്റി. ഇതിപ്പോൾ ഇലക്ഷൻ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. ഈ സൊസൈറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവർ എൻ്റെ അടുത്ത് തന്നെ പറയുന്നത് എന്തായിരുന്നു എന്നറിയോ? ഞാൻ കമ്മ്യൂണിസ്റ്റിനെ ഒട്ടിയുള്ളൂ, ഞാൻ കാലങ്ങളായിട്ട് അവിടേക്ക് കുത്താറുള്ളൂ, അതാണ് എനിക്ക് ശീലമുള്ളൂ, എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാർ വോട്ട് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സുരേഷ് ഗോപിക്ക് കൊടുത്തു വിട്രാ എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് നമ്മുടെ സൊസൈറ്റി. പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ചു പോകുന്നത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഇടയിൽ താനീ പറയുന്ന രാഷ്ട്രീയം അത് ഞാൻ ശ്രദ്ധിക്കാതായി തുടങ്ങിയത് ഈ അടുത്തോളൂ. എനിക്ക് മനസ്സിലായി ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് ആ പൈസ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചാൽ ജീവിക്കാൻ പറ്റുള്ളൂ. സേവ് ചെയ്താലും അതിന് ടാക്സ് കുറേ പോകുന്നുണ്ട്. അതിൻ്റെ പറയണ്ടല്ലോ. പിന്നെ ഒരുപാട് ടാക്സ് ഇന്നത്തെ കാലത്തുണ്ട് ജീവിക്കണമെങ്കിൽ. തൃശ്ശൂർ ടൗണിൽ എൻ്റെ മനസ്സ് പറയുന്നു എനിക്കിപ്പോഴും സുരേഷ് ഗോപിക്ക് തന്നെയാണ് ചാൻസ്. ബിക്കോസ് അയാൾ അത്രയും പോപ്പുലറാണ്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റ് തന്നെ കുറേ പേർക്ക് വിഷമമായിട്ടുണ്ട്. ഇവിടെ ആളുകളുടെ സംസാരം നോക്കുമ്പോൾ സുരേഷ് ഗോപി ജയിക്കണം. പക്ഷേ വേറെ ചിലർ പറയുന്നത് സുനിൽകുമാർ ജയിക്കും. ഒരു 80%. കേരളത്തിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം. 18-2 രണ്ടെണ്ണം BJP. തൃശ്ശൂർ ആരാ ജയിക്കുന്നത്? തൃശ്ശൂർ സുരേഷ് ഗോപി. സുരേഷ് ഗോപി ജയിക്കുമോ അറിയില്ല.